ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ പ്രത്യേക ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷവും മനോവിഷമവും ഒരേ ദിവസം, എന്താ അല്ലേ? ഇതിൽ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഞങ്ങളിപ്പം അരുൺ ചേട്ടനും അനുവും ഞാനും സുധാപ്പുവും കൂടി ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. എവിടെയാണെന്നല്ലേ പറയാമേ, വഴിയായി പറയാം. ഞാൻ എന്തായാലും ആദ്യം തന്നെ സുധാപ്പൂവിനെ റെഡിയാക്കി. മോക്ക് ഞാൻ കുറച്ച് ക്ലിപ്സിൻ്റെ ബോക്സ് കളിക്കാൻ കൊടുത്തു. അത് അവിടെ മൊത്തം വാരി വലിച്ചിട്ട് ഫുൾ മെസ്സിയാക്കി. പക്ഷേ സാരമില്ല, ഇങ്ങനെ എന്തെങ്കിലും എൻ്റർടൈനിങ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ എനിക്ക് റെഡിയാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മോൾ നല്ല എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയം കൊണ്ട് എനിക്കൊന്ന് ശാന്തിയോടെ സമാധാനത്തും കൂടെ റെഡിയാവാൻ പറ്റി. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് അർജുൻ ചേട്ടൻ്റെ ആണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ എപ്പോഴും അടി കൂടുന്ന ഒരു കാര്യം ഈ ടീഷർട്ടിൻ്റെ കാര്യം വരുമ്പോഴാണ്. ഞാൻ അർജുൻ ചേട്ടൻ്റെ ടീഷർട്ട് എടുക്കുന്നത് അർജുൻ ചേട്ടൻ്റെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അർജുൻ ചേട്ടൻ്റെ ഒരു സാധനങ്ങളും ആരും എടുക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ടീഷർട്ട് കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ അറിയാതെ അതിലേക്ക് കൈവച്ച് പോകും. കാരണം അവരുടെ ടീഷർട്ട്സ് നമുക്ക് എപ്പോഴും ഓവർ സൈസും കംഫർട്ടബിൾ അല്ലേ. നമ്മളൊരു 1000 ഡ്രസ്സ് വാങ്ങിക്കും, പക്ഷെ അതൊരിക്കലും കംഫർട്ടബിൾ ആയിരിക്കില്ല. അവരുടെ ടീഷർട്ട് ഇടുമ്പോൾ ഭയങ്കര സൂപ്പർ കംഫർട്ടബിളാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഒരു ബ്ലാക്ക് കിടിലം ടീഷർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് പോകാനായിട്ട് റെഡി ആയിരിക്കുന്നത്. അരുൺ ചേട്ടൻ എപ്പോൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ കാറ് ഫുൾ ഡസ്റ്റൊക്കെ ചെയ്ത് പറ്റിങ്ങനെ ഒന്ന് വാഷും കൂടെ ചെയ്തിട്ട് വണ്ടി എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ ഒരു വെയിറ്റിംഗ് ഏരിയ ആണ് ആ ഒരു ഗാർഡൻ പ്ലേസ് കേട്ടോ. അത് നമ്മൾ തട്ടുംപുറം എന്നാണ് തന്നെ പറയുന്നത്. തട്ടുംപുറം അല്ല അത് ആക്ച്വലി, പക്ഷേ ആ പ്ലേസിന് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നേ. പിന്നെ അറിയാലോ, മനോഹരമായ ചൂട് കാരണം വിയർത്ത് പൊഴുകിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കാറിൻ്റെ അകത്ത് കയറിയിരിക്കാം. അനു റെഡിയായി വരാനാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അനു റെഡിയായി വരുന്നവരെ കാറിൻ്റെ അകത്ത് ഇരുന്നാൽ കുറച്ച് ഞാൻ ഇട്ട മേക്കപ്പ് സേവ് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ട്രിവാൻഡ്രത്തെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരു സെക്കൻഡ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. വിയർത്ത് ഒഴുകി ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നും ഈ ഒരു സമ്മറാണ് ഇത്രയും മോശമായിട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ സ്വന്തം കൊറിയൻ ബ്യൂട്ടി അനു റെഡിയായി വന്നു. അനുവിൻ്റെ ഡ്രസ്സിങ് എപ്പോഴും നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുവിൻ്റെ കണ്ണെഴുതുന്നത്, അനുവിൻ്റെ ഹെയർ സ്റ്റൈൽസ്, അനുവിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ 3 പേരും സെറ്റായി. ഇപ്പോൾ അരുൺ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അരുൺ ചേട്ടനും എത്തി. അരുൺ ചേട്ടനെ കണ്ട സന്തോഷം കണ്ടോ കൊച്ചു ബേബിക്ക്. ഞങ്ങളെ ഒരു ഓഡ് ടൈമിലാണ് ഇറങ്ങിയത്. എപ്പോഴും ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ പ്രത്യേകിച്ച് ഞാനും അരുൺ ചേട്ടനും പ്ലാൻ ചെയ്യും, ഇത്തവണ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം, എന്നാലേ പോകുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളേ. പക്ഷേ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും നല്ലപോലെ ലേറ്റ് ആവാറുണ്ട്. ഇപ്രാവശ്യം അതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അരുൺ ചേട്ടന് കുറച്ച് ഷുഗർ ഡൗൺ ആവുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുടവമ്പുകളിൽ തന്നെ ക്ലബ് മാർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ കയറി. അവിടെ നിന്ന് അരുൺ ചേട്ടൻ എനിക്ക് വെജ് കട്ട്ലറ്റും അനുവിനും അരുൺ ചേട്ടനും കൂടെ ഒരു നോൺ വെജ് കട്ട്ലറ്റും പിന്നെ കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാറിൽ ഇരുന്ന് അത് കഴിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അത്രയ്ക്കും വിശന്ന് കത്തിപ്പോയി കേട്ടോ. ഇപ്പം അത്രയും സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും. പക്ഷേ കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. എവിടെ നോക്കിയാലും വണ്ടി ഫുൾ സ്റ്റക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോകുമ്പോഴേ ആ ഒരു പ്ലേസ് ക്ലോസ് ആവുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ആസ് യൂഷ്വൽ ഈ യാത്രയിൽ കൊച്ചുബേബി അങ്ങ് ഉറങ്ങിപ്പോയി. എന്നിട്ട് നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്തുമ്പം അതിൻ്റെ 1/4 ഭാഗവും കൊച്ചുബേബി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോഴായിരിക്കും കൊച്ചുബേബി എണീക്കുന്നത്. എന്തായാലും ടൈം കണ്ടല്ലോ. നമ്മൾ ആക്ച്വലി ഈ പോകുന്ന സ്ഥലത്ത് ഒരു 2:30-3 മണിക്കെങ്കിലും എത്തിയാലേ അവിടെ എന്തെങ്കിലും ചെയ്യാനുള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ തന്നെ 5:30 മണിക്ക് ഇപ്പോഴും ആ സ്ഥലത്തോട്ട് പോകാൻ പോകുന്നേ ഉള്ളൂ. 6 മണിയാകുമ്പോൾ അവിടുത്തെ എല്ലാം ക്ലോസും ചെയ്യും. ഓക്കെ, ഞാൻ എവിടെയാണ് പോകുന്നത് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ വേളിയിലാണ് പോകുന്നത്. അവിടെ കുറച്ചിങ്ങനെ പാർക്ക്, ട്രെയിൻ, ബോട്ടിങ്, ബീച്ചിലോട്ട് പോകാനുള്ള സംഭവം, റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഐഡിയലി ഒരു 2:30-3 മണിക്ക് അവിടെ എത്തിയാൽ ഒരു 6 മണി വരെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങൾ വേളിക്കകത്തുണ്ട്. പക്ഷേ ഇന്നേ വരെ ഞങ്ങൾ ആ സമയത്ത് പോയിട്ടില്ല. എപ്പോഴും 5:45-6 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തും. 5 മിനിറ്റിൽ വേളി ക്ലോസ് ചെയ്യും. സോ 5 മിനിറ്റിൽ അവിടെ കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാറാണ് പതിവ്. എന്തായാലും ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. വളരെ വിശാലമായ ഓപ്പൺ കാർ പാർക്കാണ് കേട്ടോ. കാറൊക്കെ അവിടെ നിന്ന് വെന്ത് പുഴുക്കും അവിടെ കിടന്ന്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മോൾ ഇപ്പോഴും ഉറക്കമാണ്. ഞങ്ങൾ ഇത്രയും പേര് മാറി മാറി എടുത്തിട്ടും ആൾ ഉറക്കം എഴുന്നേൽക്കുന്നില്ലായിരുന്നു. പിന്നെ ഇത്തവണയെങ്കിലും കുറച്ചൊന്ന് മോൾ എഴുന്നേറ്റ് കുറച്ച് അവിടെയൊക്കെ ഒന്ന് നടന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുന്നേൽപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പം ഇതുപോലെ വ്ളോഗ് ആരെങ്കിലും ഷൂട്ട് ചെയ്ത് തരാനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാം ഞാൻ എപ്പോഴും ചിന്തിക്കും കേട്ടോ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ എല്ലാം ബേബിയെ കയ്യിൽ വെച്ച് നേരെ നോക്കി നടക്കാൻ വേണം, തട്ടിയടിച്ച് വീഴുകയും ചെയ്തത്. എന്നാൽ നമ്മൾ
വ്ളോഗിന് വേണ്ട ഷോർട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇത്തിരി പാടാണ്. എനിവേ ഇതാ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മോൾ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമായിരുന്നു. എന്തായാലും നമ്മൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്തു. അനുവിനെ അവർ അഡൾട്ട് ആക്കി കളഞ്ഞു ഗായ്സ്. ആക്ച്വലി അനു അഡൾട്ട് അല്ല, അനു മറ്റേ ചിൽഡ്രൻ ആ ഒരു കാറ്റഗറിയിൽ വരേണ്ടതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, അനുവിനെ കണ്ടപ്പം ആ ചേച്ചി സമ്മതിച്ചു തരുന്നില്ല. അങ്ങനെ അഡൾട്ടാക്കി ടിക്കറ്റ് എടുത്തപ്പോൾ ഞാനുവിനെ അഡൾട്ടെന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയതും ഫുൾ ഓണാണ് ഗൈസ്. വേളി ഫുൾ പിള്ളേരും പാർക്കൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പേരൻസും കുട്ടികളൊക്കെ നല്ല കളിച്ച് തിമിർക്കാണ് കേട്ടോ. അപ്പോൾ മോള് ഉറക്കമായതുകൊണ്ട് നമ്മൾ ആദ്യമേ പാർക്കിലോട്ട് പോയാലാണ്. ഉറങ്ങുന്ന കുട്ടിയെ കൊണ്ട് നമ്മളിപ്പോൾ സ്ലൈഡിൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ നമ്മൾ ആ സൈഡിൽ കൂടെ നടന്ന്, നമുക്ക് ആ ഒരു കായലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വാക്ക് അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ശാന്തസുന്ദരമായ ഒരു വാക്കാണ്. അപ്പോൾ ഞാൻ ആ ഒരു സ്ഥലത്തിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും പ്രീവിയസ് ടൈം വെളിയിൽ വന്നപ്പം ഉണ്ടായ കാര്യങ്ങൾ, മെമ്മറീസൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈം വെളിയിൽ വരുമ്പോൾ ഇത്തവണ വെളിയിലുണ്ടായ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ സംസാരിക്കുമായിരിക്കും. എനിവേ ഞങ്ങൾ വന്ന സമയം അടിപൊളിയായതുകൊണ്ട് അവിടെയുള്ള എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ട്രെയിൻ റൈഡ്സ്, ഇതാ ഈ പാളമൊക്കെ കണ്ടോ, ഇതിൽ കൂടെ നമുക്ക് ട്രെയിനിൽ ഇങ്ങനെ റൈഡൊക്കെ പോകാൻ പറ്റും. അത് ക്ലോസ് ചെയ്തു. ബോട്ടിംഗ് ഉണ്ട്, അതും ക്ലോസ് ചെയ്തു. ഇവിടെ നിന്ന് ബീച്ചിലേക്ക് പോവാം, അതും ക്ലോസ് ചെയ്തു. അങ്ങനെ എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ തവണയും ഇങ്ങനെയാണ്. എന്തായാലും നമ്മൾ ആ ഒരു വേളിയിലേക്ക് വരാനുള്ള ത്വര, അത് നമ്മൾ ഒരിക്കലും ആ ഒരു നാളം നമ്മൾ കെടുത്താതെ നമ്മൾ ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഈ വെള്ളം കണ്ടോ, വെള്ളത്തിൻ്റെ പകുതി മുക്കാൽ ഭാഗവും ആ പച്ച സാധനം കൊണ്ട് ഇങ്ങനെ മൂടി ഇരിക്കുകയാണ്. കുറച്ച് പാർട്സ് വിസിബിളാണ്, കുറച്ച് ഈ ഇങ്ങനെ പച്ചയായിട്ട് മൂടിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും വെയിലത്ത് കൂടെയാണ് നടക്കുന്നതെങ്കിലും ഒരു നല്ല കൂൾ ക്ലൈമറ്റ്, നല്ല വിൻഡിയാണ്, നല്ല ക്ലൈമറ്റാണ്. നമുക്കിങ്ങനെ അധികം ചൂടൊന്നും എടുക്കുന്നില്ല. പിന്നെ അനു കുഞ്ഞിലേ മുതലേ വേളിയിൽ വരുമ്പം ഈ ഒരു സ്പോട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് ഈ ഒരു പോസ് ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ആ ഫോട്ടോസ് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അനുവിൻ്റെ ഓരോ വളർച്ചയിലും അതേ സ്പോട്ടിൽ അനു വന്ന് ഈ പോസ് ചെയ്യുന്ന കുറേ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, ആ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ പോയി. എനിവേ അങ്ങനത്തെ അപ്പോൾ അവരുടെ കുറേ മെമ്മറീസൊക്കെ ഉണ്ടല്ലോ. അതായത് അനുവിൻ്റെ അമ്മ, അരുൺ ചേട്ടൻ, പിന്നെ മനുവൊക്കെ ആയിട്ട് വേളിയിൽ വരുമ്പോൾ ഉള്ള ഓരോ മെമ്മറീസും ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഫ്രണ്ടോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. വേളിയിൽ കൂടുതലും നമ്മൾ ഫാമിലിയാണ് കേട്ടോ കാണുന്നത്. ആക്ച്വലി ആ പ്ലേസ്, ഈ ഒരു സൈഡൊക്കെ, കായൽ വ്യൂ ഒക്കെ കുറച്ച് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സൈഡാണെങ്കിൽ നമ്മളിവിടെ കപ്പിൾസിന്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനധികം കണ്ടിട്ടില്ല. എപ്പോഴും കുറേ ഫാമിലി ആൾക്കാർ, പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും കേട്ടോ. പിന്നെ ഈ പടി കയറി പോകുന്ന സംഭവം കണ്ടോ, ഈ ഒരു സ്പോട്ട് എപ്പോൾ എത്തിയാലും അനുവിന് മുകളിൽ കയറി നിൽക്കണം. എന്നിട്ട് എന്നെ എപ്പോഴും അനു വിളിക്കും. പക്ഷേ സ്ഥിരമായിട്ട് ഞാൻ അതിൽ നിന്ന് മുങ്ങും കേട്ടോ. എനിക്ക് വയ്യ എത്രയും പടി കയറി പോകാൻ. നല്ല ഹൈറ്റുള്ള പടിയാണ്, കാണുമ്പോൾ തന്നെ എനിക്ക് മടിയാണ്. പടി കാണുമ്പോൾ തന്നെ എനിക്ക് മടിയാണ്. എന്തായാലും അനു എല്ലാ പ്രാവശ്യം പോലെ മുകളിൽ കയറിപ്പോയി അവിടെ നിന്ന് അപ്പുറത്തോട്ട് നടന്ന് നീങ്ങും. ഇതൊരു റിച്വലാണ്. എന്നിട്ട് അവിടെ നിന്ന് താഴെ ഇറങ്ങി ഓടി വരും. ഇത് എല്ലാ തവണ വേളി വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അടുത്ത അനു എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ബോട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങളൊക്കെ കാക്ക എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് ജ്യോതിക സൂര്യ കൊണ്ടുപോകുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഒൻറ രണ്ടാ സോങ് ഒക്കെ എടുത്തിരിക്കുന്ന അവരൊരു ബോട്ട് ഹൗസ് ഉണ്ട്. ഏതാണ്ട് അതേപോലത്തെ ഒരു ലൊക്കേഷൻ പോലെ നമുക്കിത് ഫീൽ ചെയ്യും. എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ് കാക്ക. അപ്പോൾ അതുപോലത്തെ ഒരു വൈബാണ് കേട്ടോ ഇവിടെ കാണുമ്പോൾ തന്നെ. എന്തായാലും ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും മോൾ എഴുന്നേറ്റു, പതിയെ നല്ല ആക്റ്റീവായി തുടങ്ങി. ഞങ്ങൾ ഈ ഒരു ബോട്ട് റെസ്റ്റോറൻറ്റ് അകത്ത് കയറി. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഈ കായലൊക്കെ കണ്ട് നല്ല കൂളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, നല്ല ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. ഇവിടെ ഞങ്ങൾ ഇതുവരെ വന്നപ്പോഴും റെഗുലർ ഫുഡ് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ സ്നാക്സാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഞങ്ങൾ വരുന്ന സമയത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു ടൈമിൽ ഇവിടെ എപ്പോഴും ബെവറേജസ് ആൻഡ് സ്നാക്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സ്ഥിരം ഇരിക്കുന്ന സ്പോട്ടിൽ ഇപ്രാവശ്യം വേറെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു കോർണറിൽ പോയിരുന്നു. ഈ ഒരു സ്റ്റിൽ ഔട്ട് ഷോട്ട് എടുത്തുകൊണ്ട് നമ്മൾ അനുവിൻ്റെ ഐഡിയ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കുറച്ച് ഷേപ്സ് ഒക്കെ ഫോം ചെയ്ത് നോക്കാം എന്നൊക്കെ ഉള്ളാവോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണേ.
റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ മോള് ഭയങ്കര ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നും മോൾ എക്സ്പ്ലോർ ചെയ്തില്ല. ഇത്തവണ എഴുന്നേറ്റതുകൊണ്ട് ആൾ വെള്ളം കണ്ടാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഓടി നടന്ന് എല്ലാ സ്പോട്ടിലും പോയി ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കൊച്ചുബേബിക്ക് പറയാൻ പറ്റുന്ന വേർഡ്സുള്ള എല്ലാം ഉണ്ട്. വെള്ളം, കാക്ക, കൊക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൺ, ഇതൊക്കെ ഭയങ്കര ഹൈപ്പറായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ റെയിലിങ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഫുൾ ഒരു നെറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം അത് സേഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങോട്ട് ഇനി അഥവാ ആ റെയിലിങ്സിൻ്റെ എടുത്ത് ചാടിയിട്ട് നമ്മൾ ആ വലയെ കുടുങ്ങി കിടക്കുകയുള്ളൂ. ഈ ഒരു പൊസിഷനിൽ ഞാൻ വീഡിയോ വെച്ച് ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ 4 പേരും ഫുൾ ബ്ലറായിപ്പോയി കേട്ടോ. എന്തായാലും ഞാനും അനുവും കൂടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരെയോ കേട്ടോ. വോയിസ് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മളെന്തൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആരെയും കുറിച്ചല്ല, ഇവിടെയുള്ള ആരെയും കുറിച്ചല്ല, വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഈ ഒരു സ്പോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നിൽക്കുന്നവർക്ക് കുറേ സമയം നിൽക്കാം, ഒരു 6:30 മണി വരെയൊക്കെ നിൽക്കാം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പോക്ക് അവർ തടയും, സമ്മതിക്കില്ല. നേരത്തെ പോയാലേ നമുക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. എന്നാലും അടുത്ത പ്രാവശ്യം ഇങ്ങനെ നേരത്തെ വരാം. നമ്മൾ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു വെജ് സാൻഡ്വിച്ച്, അവർ രണ്ടുപേരും ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. മോക്ക് ഞാനൊരു ഹോർലിക്സും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിലേക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പോൾ മോൾ എഴുന്നേറ്റല്ലോ. ഈ ഒരു പ്ലേസിൽ ഞാനും അർജുൻ ചേട്ടനും കൂടി ഒറ്റ തവണയെ വന്നിട്ടുള്ളൂ. അതൊരു മറക്കാൻ പറ്റാത്ത ട്രിപ്പാണ് കേട്ടോ. അതായത് ഞങ്ങൾ ആ തവണ വരുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫുള്ളുണ്ട്. സീന ചേച്ചി, അരുൺ ചേട്ടൻ, അനു, മനു, അർജുൻ ചേട്ടൻ, ഞാനൊക്കെ കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അത് ആക്ച്വലി ഒരു ഓണം ടൈമായിരുന്നു കേട്ടോ. ഓണത്തിന് ഞങ്ങളെല്ലാം ഫുൾ ഫാമിലി ഇൻക്ലൂഡിങ് എൻ്റെ അമ്മയും അമ്മൂമ്മയും പിന്നെ അർജുൻ ചേട്ടൻ്റെ പപ്പയും അമ്മയും എല്ലാവരും കൂടി നിന്നിട്ട് നമ്മൾ ഓണം സദ്യ കഴിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി, ഞാൻ പേര് മറന്നുപോയി കേട്ടോ. അവിടെ പോയി നമ്മൾ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വെളിയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അർജുൻ ചേട്ടൻ്റെ പപ്പയും അമ്മയ്ക്കും ഇത്രയും നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോയി. എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും മടിയായതുകൊണ്ട് അവരും തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് വെളിയിലേക്ക് വരുന്നത്. അതും ഇതുപോലെ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ആയ സമയത്താണ് വരുന്നത് കേട്ടോ. കുറച്ച് നേരം നമ്മളിവിടെ വന്നു, ആ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് സംസാരം, അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോയി. തിരിച്ച് പോകുന്ന സമയത്ത് ഈ ഓണത്തിന് ലൈറ്റ്സ് കാണാനുള്ള ഫുൾ ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ബ്ലോക്കിൽ പെട്ട് കുറേ നേരം ഇങ്ങനെ ലൈറ്റ്സൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. സോ അതുകൂടാതെ അരുൺ ചേട്ടനും സീന ചേച്ചിയും അനുവും മനുവും ഒട്ടുമിക്ക ടൈമും വന്നു പോകുന്നൊരു സ്ഥലമാണ് വേളി കേട്ടോ. അതായത് ഒരു ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം. അങ്ങനെ ഇത് കണ്ടോ, ഇത് നമ്മളപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പിക്ചർ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ കുറേ പേർക്ക് ഇത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്, കുറച്ച് പേർക്ക് ഇത് വൈറ്റ് ആൻഡ് ഗോൾഡ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ്, അനുവിന് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ബാക്കി അരുൺ ചേട്ടൻ, അർജുൻ ചേട്ടൻ, മനു, ഇവർക്ക് എല്ലാവർക്കും വൈറ്റ് ആൻഡ് ഗോൾഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പാർക്കിലോട്ട് പോവാണ് കേട്ടോ. നടന്നു വരുന്നതൊക്കെ കണ്ടോ. എൻ്റെ കയ്യിൽ ലാസ്റ്റ് ടൈം എടുത്തൊരു വീഡിയോ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടെ നടക്കുമ്പോഴത്തേക്കും സുധാപ്പു നടക്കാൻ പഠിച്ചിട്ടേ ഉള്ളൂ, എൻ്റെയും അരുൺചേട്ടനും കൈ പിടിച്ച് ഞാൻ തത്തി നടക്കുന്ന ഒരു വീഡിയോ. അതുണ്ടെങ്കിൽ ഞാൻ ഇതിനെ കൂടെ ഷെയർ ചെയ്യാം. കണ്ടില്ലെങ്കിൽ അത് എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ സ്ലൈഡിൽ ഇങ്ങനെ കയറി, ഭയങ്കര പൊക്കമുള്ള സ്ലൈഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. പിന്നെ മോള് ഫ്രോക്കായിരുന്നു ഇട്ടിരുന്നതുകൊണ്ട് ഫ്രിക്ഷനും ഉണ്ടായിരുന്നു, ഇങ്ങനെ സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്ത് വരാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മൂമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഊഞ്ഞാലൊക്കെ ഒന്ന് ചില്ല് ചെയ്യുന്നുണ്ടോ. പിന്നെ ഈ പാർക്കിൽ ഇങ്ങനെ കുറേ റൈഡ്സിലൊക്കെ കയറി ഞാൻ നോക്കുമ്പോഴൊക്കെ പേരൻസും കുട്ടികളൊക്കെ ഒരുമിച്ചാണ് എല്ലാ റൈഡിലും ഇരിക്കുന്നത് കേട്ടോ. കുട്ടികളെ തനിയെ നമുക്ക് സുധാപ്പിൻ്റെ പ്രായമുള്ള കുട്ടിയൊക്കെ നമുക്ക് തനിയെ ഒരു റൈഡിൽ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒബ്വിയസ്ലി പേരൻസിൻ്റെ കൂടെയാണ്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. അയാളവിടെ നിൽപ്പുണ്ട്, ഒന്നും പറയുന്നൊന്നുമില്ല. അതായത് നമ്മൾ വലിയ ആൾക്കാർ ഇതിലൊന്നും കയറാൻ പാടില്ല. ഞാൻ ഈ ഡക്കിനെ കുറിച്ചല്ല പറയുന്നത്. അവിടുത്തെ ഊഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സർക്കിൾ പോലത്തെ ഒരു ഊഞ്ഞാലുണ്ട്, അപ്പുറത്ത് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന. പിന്നെ ഒരു ബെഞ്ച് പോലത്തെ ഒരു ഊഞ്ഞാലുണ്ട്. ഇതിലൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോഴൊന്നും ഈ സെക്യൂരിറ്റി ചേട്ടൻ മൈൻഡേ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ആരെങ്കിലും എഴുന്നേറ്റ് മാറിയല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഈ ഊഞ്ഞാലിൽ ഞാൻ കയറിയില്ല, അനുവും കൊച്ചുബേബിയും കൂടെയാണ് ഇരുത്തിയത്. അപ്പുറം ഇരുത്തിയപ്പോഴത്തേക്കും കൊച്ചുബേബിക്ക് ഭയങ്കര പേടി. അതുകൊണ്ട് പിന്നെ അനുവിൻ്റെ കയ്യിലിരുത്തിയിട്ടാണ് ഞങ്ങൾ ഊഞ്ഞാലാട്ടിയത്. അപ്പോൾ ഈ സമയത്തും സെക്യൂരിറ്റി ചേട്ടൻ അവിടെയൊക്കെ തന്നെ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇയാൾക്ക് എന്ത് പറ്റിയെന്നറിയില്ല, എന്നെ കണ്ടപ്പോൾ തൈ പോയ അങ്കിളുണ്ടല്ലോ, പോളിയായിട്ട് ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹൈറ്റിലൊക്കെ പാറത്തി അടിച്ച് ആടുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ആ അങ്കിൾ എന്നിട്ട് മാറിയിട്ട് വേണ്ട എനിക്ക് ആടാന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഞാൻ ഊഞ്ഞാലിൽ കയറി ആടാൻ തുടങ്ങിയപ്പോൾ
സെക്യൂരിറ്റി ചേട്ടൻ എന്താണെന്നല്ല പെട്ടെന്നൊരു ദേഷ്യം ഭയങ്കരമായിട്ട്, ഇറങ്ങോട്ട്, ഇത് കൊച്ചു കുട്ടികൾക്കുള്ള സാധനമാണ്, നിങ്ങൾക്ക് ഇരിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യും. അപ്പോൾ ഞാനടിച്ച് ഇയാളെന്നെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന ഒരു കാര്യം മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ. അപ്പം ഒബ്വിയസ്ലി എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യം തോന്നി, ഇത്രയും നേരം ഇവിടെ ഇത്രയും പേര് കുട്ടികളും പേരൻസുമായിട്ട് ഇരുന്നിട്ടൊന്നും അയാളൊന്നും പറഞ്ഞില്ല, എന്തുകൊണ്ട് അയാൾ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഷൗട്ട് ചെയ്തു എന്നുള്ളത്. പിന്നീട് എനിക്ക് മനസ്സിലായി, പൊതുവെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ഒരു സപ്പോസ് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ ഒരു 4-5 പേർക്ക് നമ്മളെ മനസ്സിലായി നമ്മളെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണുമ്പം ഈ അധികാരത്തിലിരിക്കുന്ന കുറച്ച് പേർക്ക് എവിടെ നിന്നോ ഒരു ടെൻഡൻസി വരും നമ്മളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട്. ഇത് ഞാൻ കുറേ സ്ഥലത്ത് ഫേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിത്രയ്ക്കും ഭയങ്കര ലോകം അറിയപ്പെടുന്ന ആളൊന്നും അല്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ പോലും എന്നെ പല ഒക്കേഷൻസിൽ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചേട്ടനും എന്നെ കണ്ടപ്പോൾ ഇതേപോലെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് വിടണം എന്ന് ഒരു ആഗ്രഹം തോന്നിക്കാണും, അതായിരിക്കും അങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്ത് വിട്ടത് കേട്ടോ. എന്തായാലും അതിൽ അനു ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. അനു കൊച്ചുകുട്ടിയില്ലേ, അനുവിൻ്റെ മനസ്സിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നൊരു ചോദ്യം, അവിടെ ഇത്രയും പേരിരുന്ന് ഓരോ ഊഞ്ഞാലിരിക്കുകയൊക്കെ ചെയ്തിട്ട് അവരോടൊന്നും പറഞ്ഞില്ല, നമ്മളോട് മാത്രം ഇത്രയും ഷൗട്ട് ചെയ്ത് സംസാരിച്ച് എന്താണെന്നുള്ളതായിരുന്നു. എന്തായാലും 4 പേര് നമ്മളെ അറിയുന്നു എന്നുള്ളത് കുറേ അവസരങ്ങളിൽ അതൊരു വളരെ ഒരു ഗിഫ്റ്റാണ്. എന്നാൽ ചില ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്കൊരു പാരയും കൂടിയാണ്. ആൾക്കാർക്ക് എന്തോ നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്യുന്നതിലൂടെ അവർക്കൊരു മെൻറ്റൽ സാറ്റിസ്ഫാക്ഷനും അങ്ങനെയൊക്കെ ഒരു സാഡസ്റ്റ് ഒരു സ്വഭാവം ഒരുപാട് പേർക്ക് തോന്നും. എന്തായാലും നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് വന്നത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ ആ സന്തോഷം അങ്ങ് തല്ലി പൊട്ടിച്ച് തകർത്ത് കളഞ്ഞെന്ന് വേണം പറയാൻ കേട്ടോ. ഞാൻ ഭയങ്കര ഒരുമാതിരിയായിപ്പോൾ. എനിക്ക് പൊതുവേ എൻ്റെ അടുത്ത് വോയിസ് റേസ് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അതിപ്പം ഞാൻ അങ്ങോട്ട് ചുമ്മാ വോയിസ് റേസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം എൻ്റെ അടുത്ത് തിരിച്ചും ഞാനത് എപ്പോഴും പ്രതീക്ഷിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരിക്കലും അല്ലല്ലോ ലോകം, പലരും പല വിധമാണ്. എന്തായാലും ഞാൻ ഇവിടെ വന്ന് വെട്ടുകാട് പള്ളിയുടെ ബാക്കിൽ ഒരു ബീച്ചിൻ്റെ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. ഭയങ്കര ക്ലീനാണ്, നല്ല അടിപൊളി സ്ഥലമാണ്, നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര കാമാവും. ഞാൻ അവിടെ വന്നിരുന്ന് കുറച്ച് നേരം ആ കടലൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് അയാളോട് ഒരു തോന്നിയ ദേഷ്യം ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാണല്ലോ, അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നി എനിക്ക് അയാളോട്. ആ ഒരു ദേഷ്യം ഒരു പരിധിവരെ എനിക്ക് കുറയ്ക്കാൻ പറ്റി. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കാമായിട്ട് ആണ് ഞങ്ങൾ തിരിച്ചു പോയത്. എന്തായാലും ആ ഒരു ബീച്ചിൽ നിന്ന് അത്രയും ഭാഗം ഞാൻ കുറച്ച് റെസ്റ്റ്ലെസ് ആയിരുന്നു, എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എനിവേ അവിടെ നിന്ന് നമ്മൾ നേരെ സാൽവാഡോയിലോട്ടാണ് പോയത്. വെള്ളയമ്പലത്തുള്ള ഞങ്ങൾ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോഴേക്ക് നല്ല ഓക്കെ ആയി കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇത് തന്നെ ആലോചിച്ച് ആ ഒരു ഔട്ടിങ്ങിൻ്റെ ഫണ്ണേ അങ്ങ് സ്പോയിലായി പോയേനെ. അപ്പം നമ്മൾ കുറച്ച് ഇങ്ങനെ സമയം എടുത്തിട്ട് വീട്ടിൽ വന്നതുകൊണ്ട് ആക്ച്വലി നമുക്കൊന്ന് കാമാവാൻ പറ്റി. എന്തായാലും സാൽവാഡോയിൽ ഉണ്ടായിരുന്ന കുറച്ച് സമയം ഞങ്ങൾ അരുൺചേട്ടനും ഞാനും അനുവും ഒരുമിച്ച് എപ്പോഴുള്ളപ്പോഴും നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസിനെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതായത് ഈ സോൾസ്, യൂണിവേഴ്സ്, ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഭയങ്കര അങ്ങനത്തെ കുറേ ടോക്സ്. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര മുഴുകി സംസാരിച്ചൊക്കെയാണ് വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ അനിയൻ കൊച്ചേബിയുടെ സ്വന്തം മ്യാമൻ വീട്ടിലേക്ക് വന്നു. അതായിരുന്നു ഞങ്ങളുടെ ഒരു ഡേ കേട്ടോ. അപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമുക്കൊരൊറ്റ വാക്കുകൊണ്ട് ഒരാളുടെ ഒരു ഫുൾ ഡേയുടെ ഹാപ്പിനെസ് നമുക്ക് സ്പോയിൽ ചെയ്യാൻ പറ്റും. യു ക്യാൻ ഓൾവേസ് ചൂസ് നോട്ട് ടു സ്പോയിൽ അനദർ പേഴ്സൺസ് ഹാപ്പിനെസ്. നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലേ. എസ്പെഷ്യലി വെൻ യു ഹാവ് എ പവർ, അല്ലെങ്കിൽ നമുക്കൊരു പൊസിഷൻ ഉള്ളപ്പം നമ്മൾ ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഇതർ നമുക്ക് വളരെ റൂഡായിട്ട് ആൾക്കാരോട് ബിഹേവ് ചെയ്യാം, വളരെ നന്നായിട്ടും ആൾക്കാരോട് ബിഹേവ് ചെയ്യാം. അതൊക്കെ അധികാരം കയ്യിലേക്ക് വരുമ്പോൾ നമ്മളുടെ ചോയ്സാണ്, നമ്മളതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ഈ ഒരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഞാൻ ഡിസൈഡ് ചെയ്തു അത് വളരെ ഒരു ഡിസപ്പോയിൻമെൻറ്റിൽ എൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഹാപ്പി ആവാൻ ശ്രമിച്ചതാണ് കേട്ടോ. സോ ചെറിയ ചെറിയ വിഷമങ്ങൾ നമുക്ക് ലൈഫിലുണ്ടെങ്കിലും പിന്നീട് അത് ആലോചിക്കുമ്പോൾ വെറും ഒരു മെമ്മറി ആയിരിക്കും. ഇനി അടുത്ത തവണ വെളിയിൽ പോകുമ്പോൾ ചിലപ്പം ഞാൻ ആദ്യം ഓർക്കുന്നത് ഈ ഒരു ഇൻസിഡൻ്റ് ആയിരിക്കും. എന്തായാലും സന്തോഷം പറക്കട്ടെ അല്ലേ. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ലവ് യു ഗൈസ് സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ നമ്മുടെ ഫാമിലി ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഐ എം സോ എക്സൈറ്റഡ്. നിങ്ങളോട് എല്ലാവരോടും സ്നേഹം 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 മാത്രം. ലവ് യു ഗൈസ് സോ മച്ച്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.